നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പ് ഇതാ തുടങ്ങാൻ പോകുന്നു. ഇന്റർ മയാമിയും അൽ ഹിലാലും തമ്മിൽ 29-ാം തീയതി ഏറ്റുമുട്ടുന്നു. ഫെബ്രുവരി 1-ന് ഇന്റർ മയാമിയും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആരാധകരുടെ ഒരു ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പരിക്കിന്റെ കാര്യം എന്തായി, അദ്ദേഹം കളിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരാഴ്ച മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ്ത്യാനോക്ക് പരിക്കുണ്ട്, അദ്ദേഹത്തിന് മസിൽ പെയിൻ ഉണ്ട്, 2 ആഴ്ച സമയം റിക്കവറി ടൈം വേണ്ടി വരും എന്ന്. അന്ന് പക്ഷെ അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ 2 ആഴ്ച വേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ, സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകിയ സൂചന വെച്ചാൽ നമ്മൾ ആ വീഡിയോ ചെയ്തത്, അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവാനാണ് സാധ്യത. പരിക്കുണ്ട് എന്നുള്ളത് ആ വാർത്ത നമ്മൾ കൊടുക്കുന്ന ഘട്ടത്തിൽ ഒഫീഷ്യൽ ആയിരുന്നില്ല. പക്ഷെ പിന്നെ ചൈനയിൽ അവർ ടൂറിന് പോകുമ്പോൾ കൂടെ ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നു. പരിക്കത്ര പ്രശ്നമല്ല എന്നാണ് അപ്പോൾ എല്ലാവരും കരുതിയത്. പക്ഷെ ചൈനയിൽ വെച്ച് ക്രിസ്ത്യാനോ തന്നെ തുറന്നു പറഞ്ഞു തനിക്ക് പരിക്കുണ്ട്, കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതോടുകൂടി സംഗതി ഒഫീഷ്യലായി. ഇനിയിപ്പോൾ റിയാദ് സീസൺ കപ്പിൽ ഇന്റർ മയാമിക്കെതിരെ കളിക്കാൻ ക്രിസ്ത്യാനോ ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. ഒഫീഷ്യലായിട്ട് അതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. 2 ആഴ്ച അദ്ദേഹത്തിന് റിക്കവറി ടൈം വേണമെന്ന് നേരത്തെ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ഒഫീഷ്യലായിട്ട് ഒന്നും അൽ നസർ പറഞ്ഞിട്ടില്ല. അറിയാവുന്ന കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്ത്യാനോ ടീമിനോടൊപ്പം ഗ്രൗണ്ടിൽ പരിശീലിച്ചിട്ടില്ല. അദ്ദേഹം ജിമ്മിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. അതേസമയം ഗ്രൗണ്ടിൽ അദ്ദേഹം സമയം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് ചില സൂചനകൾ നൽകുന്നു. ഇപ്പം അൽ നസർ ചൈനയിൽ നിന്ന് തിരിച്ച് റിയാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ട്രെയിനിങ് സെഷനുകൾ ആണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ക്രിസ്ത്യാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, ഇല്ലെങ്കിൽ നമ്മൾ കരുതണം ഇന്റർ മയാമിക്കെതിരെ അദ്ദേഹം കളിച്ചേക്കില്ല എന്ന്. അൽ നസറിനെ വളരെ മികച്ച രൂപത്തിൽ ഫോളോ ചെയ്യുന്ന അവരുടെ ഫാൻ ബേസിലുള്ള ഒരു പേജ് കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കുകയാണ്. അതിൽ പറയുന്നത്, നമുക്കിപ്പോഴും അറിയില്ല എത്ര കാലം ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തിരിക്കേണ്ടി വരുമെന്ന്. കാരണം ക്ലബ്ബ് ഇതുവരെ ഒഫീഷ്യൽ കൺഫർമേഷൻ അക്കാര്യത്തിൽ തന്നിട്ടില്ല. അപ്പം ഇവിടെ പറയാൻ പറ്റുന്ന കാര്യം, ഫ്രണ്ട്ലി മത്സരമാണ് ഇന്റർ മയാമി വേഴ്സസ് അൽ നസർ. ആ മത്സരം ക്രിസ്ത്യാനോ പരിക്ക് വെച്ച് കളിക്കാതിരിക്കുകയാണ് ഭേദം. ഇപ്പം ചില ഫാൻ ബേസ് അദ്ദേഹം കളിക്കണം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. ക്രിസ്ത്യാനോ 5 കിരീടങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അത് അൽ നസറിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് AFC ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതായ ഫെബ്രുവരി മാസത്തിൽ തന്നെ AFC ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത ഘട്ടം തുടങ്ങുകയുമാണ്. അപ്പം 5 ട്രോഫികൾക്ക് വേണ്ടി, ഇൻക്ലൂഡിങ് യൂറോ കപ്പ്, അദ്ദേഹം ഈ ഒരു സീസണിൽ പോരാടുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ട് ആ പ്രധാന മത്സരങ്ങൾ അദ്ദേഹം മിസ് ചെയ്യണോ? അങ്ങനെ മിസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ ഈ മത്സരം കളിച്ച് ക്രിസ്ത്യാനോക്ക് പരിക്ക് പറ്റിയാൽ എല്ലാവരും കോച്ചിനെ ബ്ലെയിം ചെയ്യും. സോ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു ഗോട്ട് എന്നാണ് ക്രിസ്ത്യാനോ വിശേഷിപ്പിക്കുക. നമുക്കറിയാം ഫുട്ബോൾ ലോകത്ത് ഗോട്ട് ആരാണെന്നുള്ള തർക്കം അവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവരുടെ ഫാൻ പേജ് കൃത്യമായിട്ട് പറയുന്നു, ഗോട്ട് ഈ മത്സരം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക, പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലെങ്കിൽ, അഥവാ പരിക്ക് പൂർണ്ണമായും ഭേദമായെങ്കിൽ അദ്ദേഹം കളിക്കുകയും ചെയ്യുക. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്നാണ് അൽ നസറിന്റെ ഫാൻ ബേസിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോയുടെ പരിക്കിനെ കുറിച്ച് ഇപ്പം കൃത്യമായിട്ടുള്ള വിവരം ക്ലബ്ബ് നൽകിയിട്ടില്ല. പരിക്ക് പൂർണ്ണമായും ഭേദമായില്ലെങ്കിൽ അദ്ദേഹം കളിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. ഒരുപക്ഷെ നമുക്ക് മെസ്സി ക്രിസ്ത്യാനോ ആ ഒരു വൈകാരികമായിട്ടുള്ള കാര്യം അതിലുണ്ടല്ലോ, ആ പഴയ പോരാട്ടത്തിന്റെ ചില ഗ്ലിംസുകൾ ഇപ്പൊ കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ പരിക്ക് പറ്റിയാൽ, പരിക്ക് പൂർണ്ണമായും ഭേദമാവാതെ ഇറങ്ങി അത് വഷളായാൽ യൂറോ കപ്പ് അടക്കം ഇതാ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ മത്സരങ്ങൾ ക്രിസ്ത്യാനോ മിസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഫ്രണ്ട്ലി മത്സരം മിസ് ചെയ്യുന്നതായിരിക്കും എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.